എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് ആപത്ത് കാലത്ത് കാവലും തുണയുമായിരിക്കുന്നു. ഈ ലോകത്തിൽ ആപത്തുകളുണ്ട്, വിപത്തുകളുണ്ട്, നഷ്ടങ്ങളുണ്ട്. നമ്മുടെ ചുറ്റിലുമുള്ളവർ നമ്മെ വിട്ടുപോകുന്ന നേരങ്ങളും കാലങ്ങളുമുണ്ട്. അവർ ഇല്ലാതെയാകുന്ന കാലങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിലും കർത്താവ് ആപത്ത് കാലത്തിലും നമുക്ക് കാവൽക്കാരനായിരിക്കുന്നു. സങ്കീർത്തനം 27:5 പ്രകാരം, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. കർത്താവ് തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിച്ച് എന്നെ പാറമേൽ ഉയർത്തും. പാറമേൽ എന്നെ ഉയർത്തും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനർത്ഥനാൾ വരും. യെശയ്യാവ് 57:1 പ്രകാരം, അനർത്ഥത്തിന് മുൻപ് തന്നെ നീതിമാൻ കഴിഞ്ഞു പോകുന്നു. ഇളം പ്രായത്തിൽ ചിലർ ലോകം വിട്ടു പോകുന്നു. ഇന്നലെ ഒരാൾ എനിക്ക് ഫോൺ ചെയ്തു, എൻ്റെ സഹോദരന് 53 വയസ്സേ ഉള്ളൂ, കുട്ടികൾ ചെറിയവരാണ്, ഇപ്പോഴവർക്ക് അപ്പനെ ആവശ്യമുണ്ട്. എന്നാൽ ഇന്നലെ പെട്ടെന്ന് 5 നിമിഷത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അതിനല്പം മുമ്പ് അദ്ദേഹം അമ്മയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ മുറിയിലേക്ക് പോയി. ശ്വാസം വലിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. 5 നിമിഷത്തിൽ മരിച്ചുപോയി. ഇതെന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന് ജീവിതത്തിൽ അനർത്ഥമുണ്ടായി. ആ അനർത്ഥം അദ്ദേഹത്തെ ദൈവത്തിൽ നിന്ന് പിരിക്കുന്നതിന് മുൻപ് ദൈവം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം പറഞ്ഞു, കറക്റ്റ്, എൻ്റെ സഹോദരൻ മദ്യപിച്ചുകൊണ്ടേയിരിക്കും, ലിവറിനെല്ലാം കേടുപാടുകൾ സംഭവിച്ചു. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങളായി പൂർണ്ണമായി മാനസാന്തരപ്പെട്ട് അദ്ദേഹം മദ്യപാനം ഉപേക്ഷിച്ചു. എന്നാലും പെട്ടെന്നൊരു ദിവസം അദ്ദേഹം പോയി അല്പം കുടിച്ചിട്ട് വരും. ഒരുപാട് ആഗ്രഹിച്ചു മദ്യം പൂർണ്ണമായി ഒഴിവാക്കാൻ. ഒരാഴ്ചയാണ് അദ്ദേഹം കുടിക്കാതിരുന്നത്. അമ്മയ്ക്ക് വയസ്സായി എങ്കിലും അദ്ദേഹം അമ്മയുടെ അരികിൽ വന്നിരുന്ന് സംസാരിക്കും. വളരെ സന്തോഷത്തോടെ അമ്മയുടെ പ്രിയ പൈതലായി അദ്ദേഹം സംസാരിക്കും. അദ്ദേഹത്തിന് കുടുംബമുണ്ട് എങ്കിലും എന്നും അമ്മയുടെ അരികിൽ വരും. അമ്മയോട് സംസാരിച്ച് അമ്മയെ സന്തോഷിപ്പിച്ച് തിരിച്ചു പോകും. ഇങ്ങനെ മാനസാന്തരപ്പെട്ട അദ്ദേഹം പെട്ടെന്ന് കഴിഞ്ഞുപോയി. അതെ, അനർത്ഥം വരും മുൻപേ നീതിമാൻ എടുത്തുകൊള്ളപ്പെടുന്നു. അവൻ്റെ ആത്മാവിനെ ദൈവം കാക്കുന്നു. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ തുടർന്നും അനർത്ഥത്തിന് നടുവിൽ ജീവിക്കുന്നതിനു വേണ്ടി ദൈവം തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിക്കുന്നു. സ്വർഗത്തിലെ കൂടാരത്തിൽ അദ്ദേഹത്തെ ഒളിപ്പിച്ചു. എന്നാൽ നമ്മൾ ഈ ലോകത്തിൽ ഇരിക്കും വരെ ദൈവം തൻ്റെ കൂടാരത്തിൽ നമ്മെ ഒളിപ്പിച്ച് നമ്മെ മറച്ചുവെച്ച് പിശാചും ദുഷ്ടന്മാരായ മനുഷ്യരും അനർത്ഥവും നമ്മെ തൊടാതവണ്ണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നു. നമ്മെ ഒളിപ്പിച്ച് കർത്താവ് നമ്മെ പാറമേൽ ആർക്കും നമ്മെ തള്ളിയിടുവാനോ തകർത്ത് കളയുവാനോ സാധിക്കാത്ത പാറമേൽ നമ്മെ ഉയർത്തി വയ്ക്കുന്നു. ഈ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. ദൈവം ജോലിയിൽ, അതുപോലെ കുടുംബത്തിൽ, ആത്മീയ ജീവിതത്തിൽ നിങ്ങളെ സ്ഥിരതയോടെ ഉറപ്പിക്കുന്നു. പഠനത്തിൽ നിങ്ങളെ ഉറപ്പിക്കുന്നു. നിങ്ങളുടെ ബിസിനസ്സിനെ, ദൈവിക വേലയെ, അഭിഷേകത്തെ ദൈവം സ്ഥിരമായി നിലനിർത്തുന്നു. നിങ്ങളെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നു. ഇവനെ തകർക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും അന്വേഷിക്കുന്നു. എന്നാൽ ഇവനെ എവിടെയും കാണാനില്ല. ദാവീദ് ചെന്നപ്പോൾ ദൈവം ദാവീദിൻ്റെ ശത്രുക്കളെയെല്ലാം ഉറക്കിക്കിടത്തി. ദാവീദ് തൻ്റെ ജോലി തീർത്ത് വന്നു. ഒരാൾക്കും അവനെ തൊടാനായില്ല. അതുപോലെ ദൈവം നിങ്ങൾക്കും ചെയ്യും. ധൈര്യത്തോടിരിപ്പിൻ. സങ്കീർത്തനം 90:1 പറയുന്നു, കർത്താവേ, നീ ഞങ്ങൾക്ക് തലമുറ തലമുറയായി സങ്കേതമാകുന്നു. എനിക്ക് മാത്രമല്ല, എൻ്റെ കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും തലമുറ തലമുറയായി നീ സങ്കേതമാകുന്നു. അങ്ങേക്ക് സ്തോത്രം. ആവർത്തനം 33:27. പുരാതനനായ ദൈവം നിന്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവം നിന്റെ മുൻപിൽ പോയി നിന്റെ ശത്രുക്കളെ തുരത്തി ഓടിക്കും. അവരെ നശിപ്പിക്കുവാൻ കൽപ്പന നൽകും. ധൈര്യത്തോടിരിപ്പിൻ. സങ്കീർത്തനം 91:1. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. താങ്ക് യു ജീസസ്. ഈ അനുഗ്രഹം ഇന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്നു. 2 കൊരിന്ത്യർ 6:16 പറയുന്നു,
ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത! ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവരെനിക്ക് ജനമായിരിക്കും. അതെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മാവിനെ ദൈവം രക്ഷിക്കും. ദൈവമക്കളായ നിങ്ങളെ രക്ഷിക്കും. ദൈവത്തിൻ്റെ ആലയമായ നിങ്ങളെ ദൈവം രക്ഷിക്കും. ഈ ലോകത്തിൻ്റെ വഴികളിലല്ല, ദൈവിക വഴി നടത്തലിൽ ദൈവം തൻ്റെ ജീവനാൽ നിങ്ങളെ നിറച്ച് അവിടുന്ന് നിങ്ങൾക്ക് സർവ്വവല്ലഭനായിരിക്കും. യോശുവ 1:9 ദൈവം യോശുവയോട് പറയുന്നു, ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം, പേടിക്കരുത്, ഭയപ്പെടരുത്. ഞാൻ നിനക്ക് സങ്കേതമായിരിക്കുന്നു, നീ വിഷമിക്കേണ്ട. നീ പോകുന്നിടത്തെല്ലാം നിന്റെ ദൈവമായ ഞാൻ നിന്നോടൊപ്പം ഇരിക്കും. ആകയാൽ ധൈര്യപ്പെടുവിൻ. ഈ സൗഭാഗ്യം നിങ്ങൾക്ക് നൽകി. അനർത്ഥ നാളിൽ കർത്താവ് തൻ്റെ ചിറകിൻ കീഴിൽ നിങ്ങളെ കാത്ത് പരിപാലിക്കും. കർത്താവ് തൻ്റെ കൂടാരത്തിൽ നിങ്ങളെ ഒളിപ്പിക്കും, നിങ്ങളെ പാറമേൽ ഉയർത്തുകയും ചെയ്യും. ഈ അനുഗ്രഹത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ പകരുന്നു. ഈ ബലം നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ. നിങ്ങളുടെ മക്കളുടെ മേലും പേരക്കുട്ടികളുടെ മേലും ആത്മാക്കൾ കാക്കപ്പെടട്ടെ. ശരീരവും ജോലിയും പഠനവും സംരക്ഷിക്കപ്പെടട്ടെ. പോകുന്ന സ്ഥലത്ത് ചെയ്യപ്പെടേണ്ടതായ സകല ഉത്തരവാദിത്തങ്ങളും ജോലികളും കാത്തു സൂക്ഷിക്കപ്പെടട്ടെ. സൽപ്പേര് കാത്തു സൂക്ഷിക്കപ്പെടട്ടെ. സൽകീർത്തി ഉണ്ടാകട്ടെ. വസ്തുവകകൾ കാത്തു സൂക്ഷിക്കപ്പെടട്ടെ. യാതൊന്നും പിശാച് മോഷ്ടിക്കരുത്. സകലതിനെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ. അങ്ങനെ ചെയ്യുന്നതിനായി യേശുവേ നന്ദി, യേശുവേ നന്ദി, നന്ദി. കർത്താവെ, അവരെ ഉമ്മ വെച്ച് ആലിംഗനം ചെയ്ത് അങ്ങയുടെ കൂടാരത്തിന് കീഴിൽ ഒളിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തിന് കീഴിൽ അവരെ കാക്കണമേ. കർത്താവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം ബലമുള്ള ഗോപുരമാകുന്നു. നീതിമാൻ അതിലേക്ക് ഓടിച്ച് അഭയം പ്രാപിക്കുന്നു. ഇപ്രകാരം എല്ലാം നടക്കട്ടെ. സകലതും കാത്തു സൂക്ഷിക്കണമേ. ഒന്നും അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടരുതേ. എല്ലാം സുസ്ഥിരമായി സ്ഥാപിക്കപ്പെടട്ടെ. മാത്രമല്ല, പാറമേൽ അങ്ങയുടെ മക്കളെ ഉയർത്തുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. ഗാഡ് ബ്ലസ് യു. എൻ്റെ പ്രിയരെ, ബിസിനസ് ബ്ലെസ്സിംഗ് പ്ലാൻ, അതായത് ബിസിനസ് അനുഗ്രഹ പദ്ധതി, നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ബിസിനസ്സിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ, ബിസിനസ്സിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാം. നിങ്ങളുടെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഐശ്വര്യ സമൃദ്ധിയെ വർദ്ധിപ്പിച്ചു തരുവാൻ ദൈവം ശക്തനാണ്. അതിനുള്ള ബലം ദൈവം നിങ്ങൾക്ക് നൽകുന്നു. He gives you power to produce wealth. Power to produce wealth. ആവർത്തനം 8:18. ആകയാൽ ഇതിനുള്ള കൃപയും നിങ്ങൾ പ്രാപിക്കുന്നതിനു വേണ്ടി ഈ ബിസിനസ് അനുഗ്രഹ പദ്ധതിയിൽ നിങ്ങൾ ചേരുവിൻ. ഇത് നിമിത്തം ലക്ഷക്കണക്കിന് ജനങ്ങൾ സൗജന്യമായി ദൈവത്തിൻ്റെ വചനം കേട്ട് അത്ഭുതങ്ങൾ പ്രാപിച്ച് അനുഗ്രഹീതരാകുന്നതിനുള്ള വഴികൾ നിങ്ങൾ ഒരുക്കുവിൻ. നിങ്ങൾ നൽകുന്ന അല്പത്തെ ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും. അതുപോലെ നിങ്ങൾക്കും. നിങ്ങൾ വർദ്ധിച്ച് അഭിവൃദ്ധി പ്രാപിച്ച് മഹാധനവാന്മാരായി തീരുന്നതിന് ഉൽപ്പത്തി 26:12-13 വാക്യങ്ങളിൽ ഇസഹാക്കിനെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെയും അനുഗ്രഹിക്കും. ഈ പദ്ധതിയിൽ ചേർന്നുകൊള്ളുവിൻ. ഈ പദ്ധതിയിൽ ചേർന്നിരിക്കുന്ന നിങ്ങളും ഈ സേവനത്തിൽ ഏർപ്പെട്ട് ദൈവത്തിനു വേണ്ടി സംഭാവനകൾ നൽകുവിൻ. സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊള്ളുവിൻ. ലക്ഷക്കണക്കിന് ആളുകളുടെ കണ്ണുനീർ നമുക്ക് തുടച്ചു മാറ്റാം. മറ്റുള്ളവരെ നോക്കിയല്ല, കർത്താവിനെ നോക്കിക്കൊണ്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം. കർത്താവ് നിങ്ങളെ പാറമേൽ ഉയർത്തി കാത്തു സൂക്ഷിക്കും. നിങ്ങളെ മൂടി മറയ്ക്കും. പാറമേൽ ഉയർത്തി ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരും. വിഷമിക്കാതിരിപ്പിൻ.